മാതൃത്വം കരുതലിന്റെ കരങ്ങളിൽ. ഇനി പുഞ്ചിരിയോടെ വരവേൽക്കാം ആ വലിയ സന്തോഷം. നിംസ് ഹോസ്പിറ്റൽ, വണ്ടൂർ, മലപ്പുറം. മൂത്തേടം മണ്ഡലം കർഷക കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മൂത്തേടം വില്ലേജ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. കർഷക കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് എ.പി. രാജൻ ഉദ്ഘാടനം ചെയ്തു. ഫെബ്രുവരി മാസം 7-ാം തീയതി കേരളത്തിന്റെ ധനകാര്യ വകുപ്പ് മന്ത്രി കെ.എൻ. ബാലഗോപാൽ കേരളത്തിന്റെ നിയമസഭയിൽ ഒരു ബഡ്ജറ്റ് അവതരിപ്പിച്ചു. ആ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നതിന്റെ മുമ്പ് തന്നെ ധനകാര്യ വകുപ്പ് മന്ത്രിയും കേരളത്തിലെ ദൃശ്യമാധ്യമങ്ങളും ഒരു സൂചന കേരളീയർക്ക് നൽകിയിരുന്നു. വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പിന്റെ മുന്നോടിയായി നടക്കുന്ന ബഡ്ജറ്റ് അവതരണത്തിൽ കേരളത്തിലെ കർഷകരെയും കർഷക തൊഴിലാളികളെയും സാധാരണക്കാർക്കും അനുകൂലമായ ഒട്ടേറെ തീരുമാനങ്ങൾ ഉണ്ടാകും എന്ന സൂചന കേരളത്തിലെ ദൃശ്യമാധ്യമങ്ങളും ദിവസങ്ങളോളം പ്രചരിപ്പിച്ചിരുന്നു. വലിയ പ്രതീക്ഷയിലായിരുന്നു കേരളീയർ എല്ലാവരും. എന്നാൽ 7-ാം തീയതി കേരളത്തിന്റെ നിയമസഭയിൽ ബഡ്ജറ്റ് അവതരിപ്പിച്ചപ്പോഴാണ് എല്ലാ പ്രതീക്ഷകളും തകിടം. ഭൂനികുതി വർധനവിനെതിരെയും ജനദ്രോഹ ബജറ്റിനെതിരെയുമാണ് കർഷക കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും നടത്തിയത്. കേട്ടിട്ടില്ലെങ്കിൽ വർധനവേ, ഭൂനികുതി, പാർപ്പിട നികുതി, എല്ലാം കൂട്ടിക്കൂട്ടി കർഷക കോൺഗ്രസ് മൂത്തേടം മണ്ഡലം പ്രസിഡന്റ് ബഷീർ കോട്ടയിൽ അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് വി.പി. ജലീൽ, UDF ചെയർമാൻ N.K. കുഞ്ഞുണ്ണി, C.P. കുഞ്ഞിമുഹമ്മദ്, ആന്റണി മാത്യു, M. അയമു, യൂത്ത് കോൺഗ്രസ് നിലമ്പൂർ നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി സാലു പാലാങ്കര, മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് T.K. അഫ്സത്ത് തുടങ്ങിയവർ സംസാരിച്ചു. T.N. ആസാദ്, വടക്കൻ ചെറിയാപ്പൂ, അജു ആന്റണി, A.K. ഇബ്രാഹിം, ഔസേഫ് ഉമ്പിക്കാട്, ഹംസ കറുത്തേടത്ത്, ജെയിംസ് തെക്കേമുറി, ആന്റണി കൊളങ്ങാട്, സൽമാൻ കാറ്റാടി തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, മൂത്തേടം. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.